എഴുതാനും വായിക്കാനും അറിയില്ല എന്നതിൻ്റെ പേരിൽ ക്ലാസ് റൂമിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു കുട്ടിയാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ടീച്ചർ അവനെക്കുറിച്ച് പറഞ്ഞത് ഇവന് വായന എഴുത്തൊന്നും നടക്കുന്ന ഒരു കുട്ടിയല്ല, അതുകൊണ്ട് 10ാം ക്ലാസ് ആകുമ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. അതിന് അവന് ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആരെങ്കിലും 10ാം ക്ലാസ് എക്സാം എഴുതേണ്ടി വരും. ഇത് കേട്ടപ്പോൾ ആ രക്ഷിതാവിനും കുട്ടിക്കും വളരെ പ്രയാസം അനുഭവപ്പെട്ടു. ആ കുട്ടി പറഞ്ഞു, ഞാൻ സ്വന്തമായി എക്സാം എഴുതിയാലും തോറ്റാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ മറ്റൊരാളെ ഹെൽപ്പോട് കൂടി എഴുതാൻ നിൽക്കുന്നില്ല. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സങ്കടം കൂടി ആ കുട്ടിയുടെ ഉള്ളിൽ കടന്നപ്പോൾ ക്ലിനിക്കിലേക്ക് വരികയാണ്. ആ കുട്ടിയെ ഇൻ്റർവെൻഷൻ കൊടുത്തു. യഥാർത്ഥത്തിൽ 8 ദിവസമായപ്പോഴേക്കും ആ കുട്ടി മലയാളം വായിക്കുകയും എഴുതുകയും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചു. 14 ദിവസം കൊണ്ട് അവന് ഇംഗ്ലീഷും പഠിച്ചു. 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ 10ാം ക്ലാസ് പാസ്സാകുന്നത് 8 A+ ആയിട്ടാണ്. ഇപ്പോൾ 4 വർഷം പിന്നിട്ടപ്പോൾ അവൻ ഇപ്പോൾ BCA പഠിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നൽകുന്ന സന്ദേശം? പലപ്പോഴും ക്ലാസ് റൂമിൽ എഴുത്തും വായനയും ബുദ്ധിമുട്ടിക്കൊണ്ട് പഠനത്തിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി കുട്ടികളുണ്ട്. ആ കുട്ടികളെ പൊതുവെ ചിലപ്പോൾ അവഗണിക്കും, കുറ്റപ്പെടുത്തും, മാറ്റി നിർത്തുകയും ചെയ്യും. അങ്ങനെ മാറ്റി നിർത്തുന്നത് കൊണ്ട് അവസാനം ആ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിപ്പെടാൻ സാധിക്കാതെ വരാറുണ്ട്. നമ്മൾ തന്നെ മനസ്സിലാക്കും കുട്ടിക്ക് എന്തോ തകരാറുണ്ട്, അവൻ പഠിക്കാൻ അത്ര പ്രാപ്തനല്ല എന്ന്. അതേ സ്ഥാനത്ത് ആ കുട്ടിക്ക് പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ, നേരത്തെ കണ്ട ആ കുട്ടി BCA പഠിക്കുന്നു, അതുപോലെ BBA പഠിക്കുന്ന, BCom പഠിക്കുന്ന, BSc നഴ്സിന് പഠിക്കുന്ന നിരവധി കുട്ടികൾ ഇതേപോലെ നല്ല പ്രോഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. കൃത്യമായി ആ സമയത്ത് ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവരുടെ ഏരിയകൾ മാറുമായിരുന്നു. നമ്മളെപ്പോഴും കുട്ടികളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, എഴുത്തും വായനയും ഒരു കുട്ടിയിൽ നടക്കുന്നില്ലെങ്കിൽ, എപ്പോഴാണോ ആ ബുദ്ധിമുട്ട് ഒരു കുട്ടിയിൽ കാണുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ അതിൻ്റെ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. ഒരിക്കലും കുറച്ചുകൂടി കഴിഞ്ഞാൽ ശരിയാകും, അല്ലെങ്കിൽ മാറ്റം വരും, അല്ലെങ്കിൽ ട്യൂഷൻ കൊടുത്തു നോക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം അവൻ്റെ പ്രോബ്ലം എവിടെയാണ്, ഏത് മേഖലയിലാണ്, വായനയിലാണോ, എഴുത്തിലാണോ, മനസ്സിലാക്കുന്നിടത്താണോ, ഗ്രഹിക്കുന്നിടത്താണോ, അല്ലെങ്കിൽ മറ്റേതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടിലാണോ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുക എന്നതാണ്. ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും 4ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ 5ാം ക്ലാസ് ആണ്, ഒരു 8ാം ക്ലാസ് എത്തട്ടെ, ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ് അവഗണിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ സങ്കടം വരാറുള്ളത് ഏജ് കൂടി 10ാം ക്ലാസ് എത്തുമ്പോഴോ അല്ലെങ്കിൽ 9ാം ക്ലാസ്സൊക്കെ എത്തുന്ന സമയത്ത് ഇത്തരം കുട്ടികളെ മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, ഇതുവരെ അവന് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിലൂടെയും മറ്റും, അതൊക്കെ അവന് നഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങളുടെ കുട്ടി വായനയിലും എഴുത്തിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, പഠനത്തിൽ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ, അതിന് ആവശ്യമുള്ള സഹായങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ അവനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതികൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാം. ഒരിക്കലും അവഗണിക്കരുത്, നിരുത്സാഹപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്. ഇത്തരം കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളിൽ നിന്നും നല്ലൊരു ഭാവി പ്രതീക്ഷിക്കാവുന്നതാണ്.